വൈവിധ്യങ്ങളുടെ കലവറയാണ് ഈ കൃഷിയിടം. 2025 ജനുവരിയിലാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനും ഭാര്യയും കൂടെ തുടങ്ങി വെച്ചത്. പിന്നെ ഇപ്പം ഏകദേശം ഒരു 30ഓളം ഡ്രമ്മിനകത്ത് പിന്നെ ഫലവൃക്ഷങ്ങളും ഒരു 150ഓളം ചട്ടികൾ പിന്നെ പച്ചക്കറികളും. ശരി, കൃഷി സബരിയാക്കിയ പച്ചയായ ഒരു മനുഷ്യനാണ് വട്ടിയൂർക്കാവ് മഞ്ചീരയിലെ ഗൃഹനാഥനായ ശ്രീകുമാർ. വീട്ടിലാവശ്യമുള്ള വെണ്ടയ്ക്കായി, അമരയ്ക്ക, പച്ചമുളക് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തന്നെ കുറേ നാളായി, ഏകദേശം 1 വർഷത്തിൽ കൂടുതലായി പുറത്തുനിന്ന് വാങ്ങിയിട്ട്. കൃഷിയിൽ ഒപ്പം ഭാര്യയുടെ സാമീപ്യം കൂടുതൽ പ്രേരണ നൽകുന്നുണ്ടെന്ന് പറയുന്നു ഈ ജൈവ കർഷകൻ. ഇത്തിരി സ്ഥലത്ത് ഒത്തിരി കൃഷിക്കാഴ്ചകൾ ഇവിടെ കാണാൻ കഴിയും. വന്നിരിക്കുകയാണ്, അതാണ് ആ കവറിട്ട് വെച്ചിരിക്കുന്നത്. ഡ്രാഗൺ ഫ്രൂട്ട് 2 എണ്ണം വെച്ചിട്ടുണ്ട്. ഒന്ന് ഇവിടെ വെച്ചതും ഒന്ന് താഴെ വെച്ചതുമാണ്. താഴെ വെച്ചതിൻ്റെ ഉടച്ച സാറ് കണ്ടോ, നോക്കി അപ്പത്തിരിക്കുന്നത്, അവിടെ താഴെ മൊത്തം ഷെയ്ഡാണ്. പ്ലാന്റേഷൻ മേഖലയിലെ ഔദ്യോഗിക ജീവിതം കഴിഞ്ഞാണ് അദ്ദേഹം മുഴുവൻ സമയം കൃഷിയിൽ വ്യാപൃതനായിരിക്കുന്നത്. തൊഴിൽ രംഗത്തെ പരിചയം കൃഷിയിൽ മനസ്സുറപ്പിക്കാൻ തീരുമാനിച്ചു. ഇതുണ്ടല്ലോ, അവിടെ വന്നൊരു 10 ആയുർവേദ ചെടികൾ കൊണ്ടുവച്ചു. മുറികൂടി, ചങ്ങലം പരണ്ട, പിന്നെ ജാവാത്തിപ്പലി, ചിറ്റാടരോടകം, അതൊക്കെ നല്ല നമുക്ക് അത്യാവശ്യം ഒരു മരുന്നിൻ്റെ ഉപയോഗത്തിനായിട്ട് യൂസ് ചെയ്യാനും പറ്റുന്നു. മുറികൂടി ഭയങ്കര എഫിഷ്യൻ്റ് മെഡിസിനാണ്. മുറികൂടി ശരിക്കും നമ്മളുടെ മോൻ അത് അടിച്ച് ചാറ് 10 പച്ചക്കറി കിറ്റുകൾ, സലാഡ്, വെള്ളരി, തക്കാളി, വഴുതനങ്ങ, വെണ്ടയ്ക്ക, അങ്ങനത്തെ 10 ഐറ്റംസ് ആണ്. ഓണക്കിറ്റ് ഞാൻ എന്താ പറഞ്ഞിട്ടാണ് എൻ്റെ പേര്. ഏകദേശം ഒരു 1.25 വർഷമായിട്ടുണ്ടാവും. 1.25 വർഷത്തിന് ഞാൻ സൗദിയിൽ നിന്ന് തിരിച്ച് റിട്ടയർമെൻറ്റായി വന്നതിന് ശേഷം ഭാര്യയ്ക്കും എനിക്കും താല്പര്യം ഉള്ളത് കൊണ്ട് ഞങ്ങളിത് ചെയ്തു തുടങ്ങി. അപ്പോൾ ആദ്യം ചെറിയ ചട്ടികളിലൊക്കെ വെച്ച് താഴെ വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ ഈ പറയുന്ന സ്റ്റാൻഡൊക്കെ, സ്ട്രക്ചറിൻ്റെ സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കി ചെയ്തു. കൃഷിഭവൻ്റെ നിന്നാണ് കൂടുതൽ വിത്തും മറ്റും കിട്ടുന്നത്. പിന്നെ അഗ്രികൾച്ചർ കോളേജിൽ നിന്നാണ് തൈകൾ കൂടുതലും വാങ്ങുന്നത്. പ്ലാസ്റ്റിക് കവറിനകത്ത് ഒരുപാട് ഫംഗസ് വരുന്നുണ്ട്, മറ്റേ വെള്ളീച്ച. അപ്പോൾ അതുകൊണ്ട് പേപ്പർ കവറിലോട്ട് മാറി ശ്രമിച്ച് നോക്കി, അത് കുറച്ചും സക്സസ് ആയിട്ടാണ്. കീടനാശിനിയും മറ്റെന്ന് പറയുന്നതൊക്കെ തന്നെ ഉപയോഗിക്കുന്നത് നമ്മുടെ തൈര് പുളിപ്പിച്ച സാധനങ്ങളും, കഞ്ഞിവെള്ളം, പിന്നെ പഴത്തൊലി ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിട്ടുള്ള ഇത്, പിന്നെ അത് കൂടാതെ സുഡോമോണസ്, നമ്മുടെ ട്രൈക്കോഡെർമ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, നിംബിസൈഡിൻ
അങ്ങനെയൊക്കെ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. മറ്റ് ഒരു പിന്നെ എന്താ പറയുന്നത് കീടനാശിനികളായിട്ടുള്ള സാധനങ്ങളൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. ലിച്ചിയുണ്ട്, കൊടംപുള്ളി വെച്ചിട്ടുണ്ട്, ഒന്നും ആയിട്ടില്ല. നാരങ്ങയുണ്ട്, ഓറഞ്ചുണ്ട്, മാതളം, പേരയ്ക്ക, സപ്പോട്ട, മുരിങ്ങ, അഭിയു എന്നൊരു സാധനം വെച്ചിട്ടുണ്ട്, മാവുണ്ട്, പപ്പായയുണ്ട്. ഇത്രയും ഫലവൃക്ഷങ്ങൾ ഇതിനകത്തുണ്ട്. ഡ്രമ്മെല്ലാം ചാലയിൽ നിന്ന് വാങ്ങി. ഈ ചട്ടികളെല്ലാം തന്നെ നമ്മുടെ മറ്റുള്ളതിനെ കാട്ടി ഭാര്യയുടെ സജഷനാണ്. ശരിക്കും ഭാര്യ എവിടെ നിന്നോ കണ്ടിട്ടാണ്, ഭാര്യയാണ് ഇത് ആദ്യം നമ്മളൊക്കെ കൈക്കൊന്ന് വാങ്ങുന്നത്. അപ്പോൾ ആദ്യം വാങ്ങിക്കൊണ്ട് വന്നത് ഇതിനാണ്, ഈ പേരയ്ക്കയ്ക്ക്. അത് വെച്ച് ശരിക്കും പറഞ്ഞാൽ പേരയ്ക്ക വച്ച് കഴിഞ്ഞ് വൈഫ് അത് വെച്ച് എനിക്ക് ഒന്ന് വാങ്ങി ഒരു 4-ാമത്തെ മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് കായ് വന്നു തുടങ്ങി. വളരെ ഇതായിരുന്നു. അതുമല്ല വെള്ളത്തിൻ്റെ വെച്ചാൽ വെള്ളം ഒരുപാട് സാധനം വെള്ളം നല്ലതുപോലെ ഇതിരിക്കും. മറ്റേതാണെങ്കിൽ മറ്റു ചട്ടികളാണെങ്കിൽ വെള്ളം ഏറ്റവും താഴോട്ട് പോയിട്ട് ഡ്രെയിൻ ഔട്ടായി പോകും. ഇതാണെങ്കിൽ അങ്ങനെയല്ല, ഇത്രയും കിടക്കുന്നത് കൊണ്ട് മൊത്തത്തിൽ വെള്ളം ഇതായി കിട്ടും, നനവ് എപ്പോഴും ഉണ്ടാവും. ചെയ്തിരിക്കുന്നത് വലിയ നോസിലാണ്, ഇതിൽ ചെയ്തിരിക്കുന്നത് ചെറിയ നോസിലാണ്. സെറ്റ് ചെയ്യണം. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോൾ നേരത്തെ ആണെങ്കിൽ രാവിലെ 8 മണിക്ക് 3 മിനിറ്റ്സ്, പിന്നെ 11:30-ക്ക് 3 മിനിറ്റ്, 2:30-ക്ക് 3 മിനിറ്റ്, 5 മണിക്ക് 3 മിനിറ്റ്, അങ്ങനെ 4 നേരമായിട്ട് ഡ്രിപ്പ് ഇറിഗേഷൻ. അപ്പോൾ താഴെ ഒന്നും വെള്ളം വരത്തില്ല. അതുമല്ല വീഡ്സ് കുറവായിരിക്കും. ഡ്രിപ്പ് ഇറിഗേഷൻ വരുന്നത് കൊണ്ട് മൊത്തത്തിൽ വെള്ളം പോകാത്തത് കൊണ്ട് വളരെ ആ പറയുന്ന പർട്ടിക്കുലർ റൂട്ടിൻ്റെ അടുത്ത് മാത്രം നമ്മളിത് ഫിക്സ് ചെയ്ത് കൊടുക്കുകയും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മാറ്റി വയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം ഒരേ സ്റ്റാഗ്നേഷൻ ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് വെള്ളം താഴെ ഉണ്ട്. അതും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കൃത്യമായിട്ടും വെള്ളം സഫീഷ്യൻറ്റ് വെള്ളം ഇതിന് വരികയും ഒട്ടും വെള്ളം വേസ്റ്റേജ് വരില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ പുറകിൽ 1 ദിവസം 2 ദിവസം ഇവിടുന്ന് മാറി നിന്നാൽ പോലും പ്രശ്നം പറ്റില്ല. ഇത് വേങ്ങേരി വഴുതനയാണ്. കാരണം എൻ്റെ കുറേ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ തീർന്നത് പുതിയ കിട്ടുന്നുണ്ട്. പച്ചക്കറികൾ ഇത്രയും അടുപ്പിച്ച് നടാൻ പാടില്ല, പക്ഷെ ആഗ്രഹം കൊണ്ട് ഇതെല്ലാം നട്ടുകൊണ്ടിരിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഗ്യാപ്പ് വേണം, ഇത് വളരെ ഗ്യാപ്പ് കുറഞ്ഞു പോയി. പിന്നെ ഇട്ടിട്ട് ഒരാഴ്ച ഇട്ട് അത് ഇതാക്കി എടുത്തതിന് ശേഷം ഫിൽറ്റർ ചെയ്ത് സ്പ്രേ ചെയ്യും. ആ സ്പ്രേ ചെയ്യുന്നത് ശരിക്കും നല്ല എഫക്റ്റീവായിട്ടാണ് വന്നിരിക്കുന്നത്. പൈസ ഒരുപാട് ഇല്ല. കാര്യം വെച്ചാൽ അങ്ങനെ ഒരു കാര്യം സാധാരണ ചെയ്യുന്ന രീതിയിൽ അല്ലാതെ ചെയ്തത്. കാര്യം ഒരു ലൈഫ് ലോങ് ഇൻവെസ്റ്റ്മെൻ്റാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഡ്രമ്മുകളെല്ലാം കൊണ്ടുവന്ന് ഇതെല്ലാം ചെയ്ത് ഈ സ്റ്റാൻഡ് ഉണ്ടാക്കുന്നതിന് തന്നെ ഏകദേശം more than 50,000 rupees ഈ സ്റ്റാൻഡ് ചെയ്തതാണ്, ഈ 4 സ്റ്റാൻഡ് ചെയ്തത്. പിന്നെ ഇതിപ്പോൾ റീസെൻ്റ് ആയിട്ട് ചെയ്തതാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ സ്റ്റാൻഡ്. പിന്നെ നേരത്തെ ഷെഡ് ഇത് മറ്റേ HDP പോട്ടാണ്, ഡബിൾ ലെയർ ഉള്ളതാണ്. ഇത് വളരെ എഫക്റ്റീവായ ടൂൾസാണ്. ഇത് ഒരു പോട്ട് എന്ത് വിലയാണ്? ഇതിന് ഏകദേശം വന്നിട്ട് എനിക്ക് തോന്നുന്നത് 200 രൂപ അടുപ്പിച്ചു, 200 രൂപയ്ക്ക് മേലെ വരും. നമ്മുടെ ആലുവയിലൊരു കമ്പനിയാണ് ഇതിൻ്റെ. ശരി. ഇപ്പം ചീരയെല്ലാം സമയം കഴിഞ്ഞുകൊണ്ട് ചീര ഇപ്പം തീർന്ന് കുറേ ചട്ടി മാറ്റിയിട്ടുണ്ട്. വെണ്ടയ്ക്ക, വഴുതനങ്ങ, കോളിഫ്ലവർ വന്നിട്ടുണ്ട്, ക്യാബേജ് വന്നിട്ടുണ്ട്, വെണ്ടയ്ക്ക, വഴുതന, കോവയ്ക്ക ഉണ്ട്. കോവയ്ക്ക വെഞ്ഞത്ത് കൊണ്ടുവന്നൊരു തൈയാണത്. നല്ല പോലെ കൈ കിട്ടും. ഒരു പുതിയ ഞാൻ അടുത്ത കാലത്താണ് അങ്ങനത്തെ അറിയുന്നത്. പഴം ഞാൻ കഴിച്ചിട്ടുണ്ട്. നല്ല മധുരമുള്ള പഴമാണ്. അതിപ്പം നമ്മൾ എന്താ സാറിനെ കാണിച്ചില്ല അവിടെ വളമിട്ട് അടുക്കള കമ്പോസ്റ്റ് കംപ്ലീറ്റ്. അതിനകത്ത് നോൺ വെജ് ഇടാറില്ല. അത് പ്രത്യേകിച്ച് അങ്ങനെ വേറൊന്നും കൊണ്ടല്ല, 5 കൈ കൊണ്ടൊക്കെ എടുക്കുന്നത് കൊണ്ട് നോൺ വെജ് ഇടാതെ പച്ചക്കറിയുടെ മാത്രം വേസ്റ്റ് നമ്മൾ മറ്റേ രണ്ട് കമ്പോസ്റ്റ് യൂണിറ്റ് ഉണ്ട്. രണ്ടിനകത്ത് വിട്ടപ്പോൾ ഓൾമോസ്റ്റ് ഒരെണ്ണം റെഡിയായി വരുമ്പോഴത്തേക്ക് അടുത്തത് വീണ്ടും നിറയ്ക്കാൻ പറ്റും. അപ്പോൾ അതിടും, ചാണകം ഇടും, എല്ലുപൊടി, വേപ്പ് മണ്ണാക്ക്. ഇതാണ് മെനൂറായിട്ട് കൊടുക്കുന്ന സാധനങ്ങൾ.
ഈ ഇടയ്ക്ക് ആരോ പറഞ്ഞത് ഒരാളിവിടെ വന്നതാണിത്. പുഴു നല്ലതാണ്. ഒരു പൊടി പോലും ഈ സാധനത്തിന് സ്മെല്ലില്ല. കൃഷി മുഖ്യ വിഷയമാണെങ്കിലും പുരാവസ്തുക്കളോടും ഇദ്ദേഹത്തിന് പ്രേമമുണ്ട്. മണ്ണിനെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളങ്ങൾ ഷെൽഫിൽ നിരത്തിയിട്ടുണ്ട്. എവിടെയെല്ലാം ജോലി ചെയ്തിരുന്നുവോ അവിടങ്ങളിൽ ഉണ്ടായിരുന്ന മണ്ണ് സാമ്പിളുകൾ പേരെഴുതി സ്ഫടിക ഭരണികളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. തോന്നിയത് കൊണ്ട് ഓരോ സ്ഥലത്ത് പോകുമ്പോൾ നമുക്കൊരു ഓർമ്മയുണ്ടല്ലോ. അപ്പൊ അവിടുത്തെ ഒരുപടി മണ്ണ് കൊണ്ടുവന്നു. കലാകാരിയാണ്, ചിത്രകാരിയാണ്. ഇങ്ങനത്തെ പരിപാടി ഇപ്പൊ പുതിയ പരിപാടികൾ ക്യാൻഡിൽ ഉണ്ടാക്കുന്നു, ഓരോ പരിപാടിയുണ്ട്. മകളുടെ കലാവിരുത് ചുവരിന് അലങ്കാരമാണ്. വേരിൽ രൂപപ്പെട്ട ശില്പങ്ങളും സ്വീകരണ മുറിയിലെ കാഴ്ചവസ്തുക്കളാണ്. ഇത് എവിടെ നിന്നുള്ളതാ? ഇതൊക്കെ വയനാട്ടിലുള്ളതാണ്. എനിക്ക് വയനാട് സ്ഥലം ഉണ്ടായിരുന്നു. ഒരു ഭയങ്കര ചടങ്ങാണ് ജനുവരി 1. ജനുവരി 1 നമുക്ക് ഭയങ്കരമായിട്ട് എല്ലാവരും വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് നമുക്ക് ഉപഹാരങ്ങൾ തരും. എല്ലാ തൊഴിലാളികളും നമ്മൾ തിരിച്ച് അപ്പം എന്തെങ്കിലും ക്യാഷോ അങ്ങനെ കൊടുക്കും. പക്ഷെ അവർ കൊണ്ടുവരുന്നതെല്ലാം പൂവും ഫ്രൂട്ട്സും ഒരു വിളക്കും നിർബന്ധമായിട്ട് എന്തെങ്കിലും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. എല്ലാം ഓർത്തൊക്കെ നമ്മൾ തിരിച്ച് ഓർത്ത് സംഭാവന. ഉറ്റവരുടെ ഓർമ്മയ്ക്കായി കൃഷിയിടത്തിൽ ഒരിടവുമുണ്ട്. ഇവിടത്തെ ഓരോ മരവും ചെടിയും ഒരു ജീവന്റെ സാക്ഷ്യപത്രങ്ങളാണ്. ഓരോ വ്യക്തികൾ വെച്ചതാണ്. ഇതെന്റെ അമ്മ വെച്ചതാണ്, ഇതെന്റെ ചേച്ചി വെച്ചതാണ്. മരങ്ങൾ ഇതിപ്പം എന്താ പറയുന്നത്, ചാമ്പയ്ക്ക അല്ല ലവലോലിക്ക, ഇത് മുള്ളാത്ത, ചാമ്പയ്ക്ക, മാവ്, പ്ലാവ്, അടയ്ക്ക, പിന്നെ സപ്പോട്ട. അപ്പം ഇതിങ്ങനെ ഓരോ ശിവച്ചക്ക ഇവള് വെച്ചതാ. ശിവച്ചക്ക ഞാൻ മൊത്തം വെട്ടുകൾ ടാഗ് ഉണ്ടാക്കി, അതെല്ലാം ഇടുന്നു. ഞാൻ ടാഗ് ഉണ്ടായിക്കൊണ്ട് വന്നിരുന്നു. അങ്ങനെ എന്തോ ആണ് അതിന്റെ ശരിക്കും. അതിന്റെ തൊലി ഉൾപ്പെടെ നമുക്ക് കഴിക്കാം. ഭയങ്കര സ്വീറ്റാണ്. അതേപോലത്തെ ഒരു സാധനമാണ്. അതെനിക്കൊന്ന് നല്ല ഒരു മണിക്കൂറോളം നമുക്ക് പോയി കാണാനുള്ള ഏരിയ ഉണ്ട്. 2 ആഴ്ച മുമ്പ് ഞാൻ പോയതാണ്. മന്ദാരം, ഇത് മന്ദാരം. ഇത് പുളി നെത്തോലി ഉണ്ടാക്കുമ്പോൾ വൈഫ് ഇതിന്റെ ഇല അതിനകത്ത് ഭയങ്കര ടേസ്റ്റ്. മറ്റത് ഓറഞ്ച്, അത് ചേഞ്ച് ഓറഞ്ച്. ഇത് മറ്റേ മുളക് എന്താ പറയുന്നത്, വയനാട്ടിൽ പറഞ്ഞ ഗർഭം കലക്കിയതാണ്. ഇവിടെ നമ്മൾ